വിനീഷ്യസ് ജൂനിയർ ഒന്നൊന്നര പെർഫോമൻസ് നടത്തിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നേട്ടങ്ങൾ കൊയ്തുക്കുകയാണ്. അതായത് ഫിഫ ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. വാലണ്ടിയർ കിട്ടാത്തതിൻ്റെ സങ്കടം ഒരു പരിധിവരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു പരിധിവരെ അദ്ദേഹത്തിന് പരിഹാരമായി ആ ഒരു സങ്കടം മറക്കാൻ. ഇപ്പോൾ ഇന്നലത്തെ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൻ്റെ വിജയത്തോടു കൂടി അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു ലാസ്റ്റ് 24 മണിക്കൂറിൽ ഒരു 3-4 നേട്ടങ്ങൾ അടുപ്പിച്ച് കൊയ്ത ഒരു സമയമായിരുന്നു വിനീഷ്യസ് ജൂനിയർ. എന്താ വെച്ചാൽ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പ് ചാമ്പ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഫിഫ ബെസ്റ്റ് പ്ലെയർക്കുള്ള 2024 അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ചായി. അതുപോലെ തന്നെ ആ ഒരു ടൂർണമെൻറ്റിലും അദ്ദേഹം മികച്ച താരമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നുള്ള അങ്ങനെ 3-4 സ്റ്റാറ്റസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ 3-4 മികച്ച പെർഫോമൻസ് ഈ ഒരു കഴിഞ്ഞ 24 മണിക്കൂറിൻ്റെ ഇടയിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് വോട്ട് ചെയ്യാത്തവരുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുമെന്നുള്ള കാര്യം. അതായത് താരങ്ങളും അതുപോലെ ഫാൻസൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. ടീം മാനേജർമാരും അതുപോലെ മീഡിയകളൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ വോട്ട് ചെയ്തിട്ടില്ല. അവരൊക്കെ റോഡ്രിക്കാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തോടു കൂടെ തന്നെയാണ് ഫാൻസ് എന്നുള്ളത് ഈ ഒരു വോട്ടിങ്ങിൻ്റെ റിസൾട്ട് വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് വോട്ട് ചെയ്യാത്തവരുടെ മനസ്സ് മാറ്റാൻ ഞാൻ പരമാവധി ശ്രമിക്കും എന്നാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ വാദം. ഏതായാലും ഫിഫ ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങി. അതിൻ്റെ ഒരു പൊലിവ് അദ്ദേഹത്തിനുണ്ടാകും. കാരണം വാലണ്ടിയർ കിട്ടാത്തതിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ടെൻഷനിൽ നടക്കുകയാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കളത്തിലുള്ള ചില സമയത്തുള്ള പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സൂപ്പർ താരം റൊണാൾഡോ നേനൊക്കെ വന്നുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വാലണ്ടിയർ കിട്ടാത്ത സമയത്ത്. അങ്ങനെ പല താരങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വാലണ്ടിയർ കിട്ടാത്ത സമയത്ത് വന്നു. അതുപോലെ തന്നെ ഫിഫ ബെസ്റ്റ് പ്ലെയറിൽ തൊട്ട് പിറകെ വിനീഷ്യസ് ജൂനിയറിൻ്റെ പിറകെ റോഡ്രി ഉണ്ട്, ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്, ഡാനി കർവജാലുണ്ട്, ലാമിൻ യമാലുണ്ട്, സൂപ്പർ താരം ലയണൽ മെസ്സി ഉണ്ട്. അങ്ങനെ 5-6 സ്ഥാനങ്ങളാണ് ആ ഫിഫ ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ വോട്ടിംഗ് ലിസ്റ്റിൽ ആദ്യത്തെ 6 സ്ഥാനങ്ങൾ. ഏതാണ് വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തിന് അർഹിച്ച ഒരു അംഗീകാരം നേടിയെടുത്തു. അദ്ദേഹം സ്വന്തമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും കരിയറിൽ ഇനിയും ഒരുപാട് സമയങ്ങൾ ബാക്കിയുണ്ട്. അദ്ദേഹം മോഹിച്ച വാലണ്ടിയറും കൂടി അദ്ദേഹത്തിന് നേടാൻ കഴിയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റോഡ്രി പറഞ്ഞ പോലെ തന്നെ കളത്തിലെ പെരുമാറ്റം കൂടി ഒന്ന് വിനീഷ്യസ് ശ്രദ്ധിക്കുന്നത് നന്നാകും. കാരണം പല ഫാൻസാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് പറയുന്നത്. ഫാൻസിൽ തന്നെ പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ കളത്തിലെ പെർഫോമൻസിലുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ വാലണ്ടിയറിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ അതിൽ സ്വഭാവം കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വാലണ്ടിയർ കിട്ടാത്ത സമയത്ത്. ഇനിയിപ്പോൾ അത് കൂടി പരിഗണിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കളത്തിലെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ബെറ്ററാക്കിയാൽ അദ്ദേഹത്തിന് ആ ഒരു നേട്ടം കൂടി കയ്യിലെത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്.